എന്തിനാണ് ഇതിങ്ങനെ വക്രീകരിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയർത്തുന്നത്. ആ ചോദ്യം ഉയർത്തുന്ന ഒരു ക്രിയാത്മക ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒരു നിശബ്ദ വിപ്ലവം അത് എക്കാലത്തും ഈ പുണ്യഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. കുംഭമേളയെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക വല്ലാതെ ബേജാറായിക്കൊണ്ടാണ് അവരുടെ പ്രതിവാര പരിപാടിയിൽ കുംഭമേളയെ പറ്റി പറഞ്ഞത്. അയ്യോ, കേരളത്തിൽ നിന്ന് വരെ ആളുകൾ പോകുന്നല്ലോ, 100% ലിറ്ററസി സാർ, ഈ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ബേജാറാവുന്ന ആ മാധ്യമ പ്രവർത്തക കുറെ കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. BJPക്ക് ഇത് വലിയ സാധ്യതയാണ് എന്ന രീതിയിലുള്ളൊരു കൺക്ലൂഷനിലാണ് അവരുടെ പ്രതിവാര പരിപാടി കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. അതിന് അവർ മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം നടത്തിയ ഒരു ഇലക്ഷൻ സർവേയുടെ വിവരങ്ങൾ കൂടി കോർത്തിണക്കിയാണ്. അപ്പം നോക്കൂ എങ്ങനെയൊക്കെയാണ് കുംഭമേളയെ കൊണ്ടുപോകുന്നതെന്ന്. 1857 ശ്രീ KV രാജശേഖരൻ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൃത്യമായി ചരിത്രത്തെ നമുക്ക് വളരെ സിമ്പിളായി പറഞ്ഞു തന്ന മഹാരഥന്മാരൊക്കെ ഈ വേദിയിലുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്ന് പുച്ഛത്തോടു കൂടി പഠിപ്പിച്ച മെക്കാളയുടെ പിന്മുറക്കാരെ അങ്ങനെയല്ല, അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലെന്ന് നമ്മളെ പഠിപ്പിച്ച സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളും ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആധാരമായിട്ടുള്ള വിജയഭേരി മുഴക്കിയിട്ടുള്ള ആ കാഹളത്തിന് ആധാരമായതും ഒരു കുംഭമേളയായിരുന്നു. അവിടെ ചെന്ന സന്യാസി വര്യന്മാർ അവരിലൂടെ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഒഴുകിയെത്തിയ ഒരു സ്ട്രാറ്റജി, പുതിയ മോഡേൺ സയൻസിൽ പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ആത്മീയ വിരാട സംഗമമാണ് കുംഭമേള. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ വെറുക്കപ്പെടലും ഈ അവഹേളനത്തിൻ്റെ ഒക്കെ ആധാരം അസൂയ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. 65 കോടിയിലധികം സനാതനധർമ്മത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവർ അവിടെ ഒത്തുകൂടിയത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള അസൂയ കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുക എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും സാധിക്കില്ല, കാണാനും സാധിക്കില്ല. എന്തായാലും 1857 ബ്രിട്ടീഷ് സർക്കാരാണ് ഇതിനെതിരെ വാളെടുത്തതെങ്കിൽ പിന്നീട് നെഹ്റു ഭാരതത്തിൽ, അങ്ങനെ പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത്, നെഹ്റു ഭരിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്, നെഹ്റു ഭരിച്ച ഭാരതത്തിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിനെതിരെ കാഹളം മുഴക്കിയത്. കുംഭമേളയിൽ എത്തിയ അന്നത്തെ പ്രധാനമന്ത്രി ഒന്ന് ഗംഗയിൽ മുങ്ങി കുളിക്കാൻ പോലും ആ തുള്ളിയൊരു ജലം പോലും എൻ്റെ ദേഹത്തൊന്ന് തട്ടിയാലോ എന്ന് പേടിച്ച് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ചരിത്രരേഖകൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. എന്തായാലും നമ്മുടെ മഹാത്മാവ് ഉൾപ്പെടെ അവിടെ പോയത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടി പോയി എന്ന രീതിയിലൊക്കെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതേ മഹാത്മാവ് തന്നെ ഒളിച്ചും പാത്തും പതുങ്ങിയും അവിടെ പോയി മുങ്ങി കുളിച്ചിട്ടുണ്ട്, പുണ്യസ്നാനം ചെയ്തിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് ആർക്കീവ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അങ്ങനെ കുംഭമേള എന്നും ഒരു ടാർഗറ്റ് ആയിരുന്നു. ഈ രാജ്യം മുന്നോട്ട് കുതിക്കുന്നതിൽ അസൂയ പൂണ്ടുന്നവർ അവരുടെ ടാർഗറ്റ് ആയിരുന്നു ഈ മഹാസംഗമം. അതുകൊണ്ട് തന്നെ ഈ വേദി അത്രമേൽ ശ്രേഷ്ഠമാകുന്നത് അതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ പ്രതികരണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് ആഴത്തിലുള്ള ചർച്ചകൾ വേണം, ആഴത്തിലുള്ള പഠനങ്ങൾ വേണം. ഇത്തരത്തിലുള്ള സംവാദം ഇവിടെ ഒരുക്കിയ ശ്രീ ഗോപാൽജിക്കും ഹിന്ദുധർമ്മ പരിഷത്തിനും ഇതിന്റെ സംഘാടകർക്കും ആദ്യമേ നന്ദി ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഓരോ മേഖലയായി തന്നെ നമുക്ക് ഈ വിഷയം അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്താണ് ഭാരതീയ സംസ്കൃതിയിൽ സനാതനധർമ്മത്തിൽ കുംഭമേളകളുടെ കൃത്യമായ സ്വാധീനം, പ്രാധാന്യം, അതിൻ്റെ ആത്മീയ വശം എന്ത്? അത് തന്നെയാണ് വളരെ ആഴത്തിൽ അപഗ്രഥിക്കാൻ ശ്രീ മഹേന്ദ്രകുമാർ ഏട്ടൻ തീർച്ചയായും അത് നമുക്ക് മുമ്പാകെ പങ്കുവയ്ക്കും. ഒപ്പം ഇവിടെ ബഹുമാനപ്പെട്ട തിരുമേനി മേൽശാന്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടിയുണ്ട്. ആ പുണ്യ സംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ പുണ്യം നുകർന്നുകൊണ്ട് അദ്ദേഹം ആ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. ഒപ്പം ഇതിൻ്റെ
ഒരു രാജ്യത്തെ മുന്നേറുമ്പോൾ നമുക്കറിയാം വളരെ മികച്ച സംഘാടനമായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഭാരതം നരേന്ദ്രനും ഉത്തർപ്രദേശ് യോഗി വര്യനും ഭരിക്കുന്ന ഒരു പുണ്യനിമിഷത്തിലാണ് ആ 144 വർഷങ്ങൾ കഴിഞ്ഞ് കുംഭമേള പ്രയാഗിൽ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു നേരത്തെ പ്രീ പ്ലാൻഡ് ആണോ എന്ന് സംശയിച്ചു പോകുന്നു. ഇതൊക്കെ ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റഡ് പോലെ. അപ്പോൾ അത്രയും മനോഹരമായി ഈ മേള സംഘടിപ്പിച്ചു. അതിലൂടെ രാജ്യത്തിന്റെ മുന്നേറ്റം ഏതൊക്കെ തലത്തിൽ മുന്നോട്ട് കുതിക്കുന്നു എന്നതിന്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം ഇവിടെ വിഷയം അവതരിപ്പിക്കും. ഒപ്പം ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, കൃത്യമായ രാഷ്ട്രീയം. എന്തിനാണ് കുംഭമേളയെ ആക്രമിക്കുന്നത്? DK ശിവകുമാർ പോയി പുണ്യസ്നാനം ചെയ്തപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പൊള്ളിയത്രേ. അതേസമയം മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു കല്ലെറിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കരമായ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇവിടെ മുങ്ങിക്കുളിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി കുടുംബസമേതം വന്നു മുങ്ങി. രാഹുലിന് വല്ലാതെ ബേജാറായി. അപ്പൊ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് കൃത്യമായി തന്നെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് സനോദേട്ടനാണ്. അങ്ങനെ ഒരിക്കൽ കൂടി ഇതിന്റെ ആമുഖത്തിൽ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയ അവതരണത്തിനായി ഓരോരുത്തരെയായി ക്ഷണിക്കുകയാണ്. ആദ്യം മേൽശാന്തി ഇത്രയും ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ പുണ്യം സ്നാനത്തിൽ, ഈ പുണ്യ സംഗമത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് ആദ്യമായി തന്നെ ഈ ഒരു അനുഭവം നമ്മളുമായി പങ്കുവയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു വലിയ ഒരു മഹാഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഞാനതിനെ കാണുന്നത്. ഈ കുംഭമേള തുടങ്ങുന്ന സമയത്ത് ചില ആചാര്യന്മാർ, എനിക്ക് കുറച്ച് പരിചയമുള്ള സന്യാസിമാർ, അവരെന്നെ ഇതിനെ ക്ഷണിച്ചിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് നടന്ന 2 കുംഭമേളയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മുമ്പ് ഹരിദ്വാറിൽ നടന്ന ആ കുംഭമേളയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉജ്ജയിനിൽ നടന്നിട്ടുള്ള ഒരു കുംഭമേളയുണ്ട്, അതിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണ കുംഭമേള ആയിരുന്നില്ല. ഓരോ കാലഘട്ടങ്ങളിൽ കുംഭമേള, അർദ്ധ കുംഭമേള, പൂർണ്ണ കുംഭമേള, ഇങ്ങനെ തുടങ്ങിയുള്ള കുംഭമേളകൾ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വലിയ ഒരു തിരക്കായിരിക്കും, ധാരാളം ആളുകൾ വരും, അതുകൊണ്ട് കഴിവതും പോകണ്ട, അല്ലെങ്കിൽ എന്തോ എനിക്കൊരു മടി തോന്നി. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അത് ശരിയല്ല. കാരണം ഇത് 144 കൊല്ലം കൂടി നടക്കുന്ന ഒരു വലിയൊരു സംഗതിയാണ്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരു വലിയ ഒരു നഷ്ടമാകുമെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നി. അങ്ങനെ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് എനിക്ക് രണ്ടാമത് പോകാനായിട്ട് സാധിച്ചത്. ആദ്യം പോകുമായിരുന്നെങ്കിൽ എനിക്ക് വളരെ എളുപ്പം പോകാമായിരുന്നു. പക്ഷേ രണ്ടാമത് ഞാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് വളരെ വൈകിയിരുന്നു. എങ്കിലും എന്ത് നഷ്ടം സഹിച്ചാണെങ്കിലും അതിൽ പങ്കെടുക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നി. കാരണം അതിനെതിരെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ ആ സമയത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം വളരെ മലിനമാണ്, അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ്, അവിടുത്തെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ വളരെ മോശമാണെന്നുള്ള രീതിയിലൊരു പ്രചരണം വന്നപ്പോഴും എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കുംഭമേളകൾ കണ്ടിട്ടുണ്ട്, ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് തോന്നി. എങ്കിലും അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടൊരു ചിത്രം വേണമെങ്കിൽ നമ്മളവിടെ പോയി അതിൽ ചെന്ന് കണ്ട് പങ്കെടുത്ത് അനുഭവിച്ചറിയണം. അപ്പം ഞാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി ചെന്ന് കണ്ടു. അവിടെ വളരെ വൃത്തിയായിരുന്നു. ഈ പറയുന്ന ഒരു സംഗതികളുമല്ല അവിടെ നടന്നിട്ടുള്ളത്. വളരെ വൃത്തിയായിട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ആണ് ഈ കുംഭമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സർക്കാരിനൊക്കെ വേണമെങ്കിൽ അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ശബരിമല പോലെയുള്ള വലിയ തീർത്ഥാടന സംഗമങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടുപഠിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം, അതേപോലെ തന്നെ ടോയ്ലറ്റുകൾ, ഏതാണ്ട് 1,20,000-ഓളം ടോയ്ലറ്റുകളാണ് ഒരു സൈഡിൽ മൊത്തം ക്രമീകരിച്ചിരുന്നത്. അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ കവി പറഞ്ഞിരിക്കുന്ന പോലെ ക്ഷീരമുള്ളൊരകുടിഞ്ചു വെട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് അതിനകത്ത് കുറ്റം കാണാൻ വേണ്ടി മാത്രമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കുംഭമേള എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ആത്മീയ സംഗമമാണ്. ശരിക്കും നമ്മളതിനെക്കുറിച്ച് ധാരാളമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗമമാണ്. അവിടെ ഒരു കാണിക്കവഞ്ചിയും വെച്ചിട്ടില്ല. അവിടെ
ജാതിയില്ല, മതമില്ല, മറ്റ് വർണ്ണ വൈവിധ്യങ്ങളൊന്നുമില്ല, മനുഷ്യൻ മാത്രം. അതാണ് അതിൻ്റെ പ്രത്യേകത. സന്യാസിമാർ, അതായത് നമ്മളിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ചും കൂടെ ഉയർന്ന ബോധമനസ്സുള്ള സന്യാസിമാർക്ക് പോലും ഒരേ പ്രാധാന്യമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും മറ്റ് സെലിബ്രിറ്റികളായാലും എല്ലാവർക്കും അവിടെ കിട്ടുന്നത് ഒരേപോലെയുള്ള അനുഭവങ്ങളാണ്, ഒരേപോലെയുള്ള സൗകര്യങ്ങളാണ് കിട്ടുന്നത്. അതാണ് കൂടുതലും ആളുകളെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ഈ ഹിന്ദു സമൂഹത്തെ എക്കാലവും പലതായിട്ട് തിരിച്ച് നമ്മളുടെ ശക്തി ഇല്ലാതാക്കിയത് ഈ ജാതി ചിന്തകളൊക്കെയാണ്. നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ നായരെക്കുറിച്ച് പറഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട്, നമ്പൂതിരിയെക്കുറിച്ച് പറഞ്ഞാൽ ചോദിക്കാൻ കുറച്ച് പേരെങ്കിലും വരും, ഈഴവരെക്കുറിച്ച് പറഞ്ഞാൽ വരും, ഏത് ജാതിയെക്കുറിച്ച് പറഞ്ഞാലും ഇവിടെ അതിനെല്ലാം ചോദിക്കാനുണ്ട്. പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന ഒരു പേരിൽ എന്ത് വന്നാലും ചോദിക്കാൻ ആരുമില്ല. കാരണം ഹിന്ദു എന്ന് ആരെയും ഇവിടെ ഒരു 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 കൂട്ടമായിട്ട് ആരും കാണുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിക്ഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പോരാളികളുടെ പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നീട് ഇതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. കാരണം പണ്ടൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ജനപങ്കാളിത്തമല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ പഴവങ്ങാടിയിലാണെങ്കിലും ആറ്റുകാലാണെങ്കിലും അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ വലിയ ജനക്കൂട്ടങ്ങൾ വരുന്നു. കാരണം മറ്റ് ഭയം ഒന്നും ഇപ്പോൾ ആളുകൾക്കില്ല. അവരെല്ലാം ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടാൻ കുറച്ചുകൂടി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാകുംഭമേള ഇവിടെ വന്നിട്ടുള്ളത്. ആ കുംഭമേളയിൽ കൂടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു അവബോധം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇവർ കൂടുതലായിട്ടും ഈ കുംഭമേളയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ അവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിട്ടല്ല. ഞാനത് നേരിട്ട് കണ്ടതാണ്. പിന്നെ എനിക്കതിൽ അത്രയും പറയണമെന്ന് തോന്നാനുള്ള ഒരു കാരണം, നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്, അവരെ നമുക്കൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അർത്ഥവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അതായത് വിശ്വാസമുണ്ട്, പക്ഷെ അവർ ആടി നിൽക്കുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ആളുകൾക്കൊരു സംശയം വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞു, കുംഭമേളയിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് അവിടുത്തെ അന്തരീക്ഷമൊന്നും ശരിയല്ല. അല്ല, പോയവർ പറഞ്ഞു വളരെ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ വരെ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. 1-2 അനുഭവങ്ങൾ കണ്ടപ്പോൾ അതിനുവേണ്ടിയാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞത്. കാരണം വിശ്വാസിക്ക് ഇതൊരു വിഷയമല്ല. ഈ ആടി നിൽക്കുന്ന പൂർണ്ണമായിട്ട് വിശ്വാസമില്ലാത്തവരെ അവരുടെ വലയിൽ വീഴിക്കാൻ അവർക്ക് പറ്റും. അതാണ് അവരുദ്ദേശിക്കുന്നത്. അതായത് സനാതനധർമ്മത്തിൽ, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയം. ആ പേര് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ വലിയ പ്രശ്നമാണ്, സനാതനധർമ്മം. കാരണം ഹിന്ദു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ശക്തിയുണ്ട്. ഈ ഹിന്ദു എന്നൊക്കെ പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ കൽപ്പിച്ചു തന്നിട്ടുള്ള പേരാണ്. പക്ഷേ സനാതനധർമ്മം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു തലത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയൊക്കെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ വലിയ പ്രശ്നമായി. കാരണം അവരത്രയും ആ വാക്കിനെ ഭയക്കുന്നുണ്ട്. അപ്പം ആ വിശ്വാസികൾക്ക് അവർക്കൊരു വിശ്വാസം വരുന്നതിന് ഒരാൾക്കെങ്കിലും ആ ഒരു വിശ്വാസം അവർക്കത് ഒരു രൂഢമൂലമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പക്ഷേ എന്നെ ഒത്തിരി പേര് അത് കഴിഞ്ഞിട്ട് വിളിച്ചു. കുറേയേറെ പേർക്ക് വളരെ താമസിച്ചിട്ടാണെങ്കിലും പിന്നീട് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ കുംഭമേള. എങ്കിൽ പോലും ചില ആളുകൾക്കെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ കുറേ വർഷം ഡൽഹിയിലായിരുന്നു, ഒരു 10 വർഷത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ധാരാളം ആളുകൾക്ക് അത് പോകണമെന്ന് തോന്നുകയും പലരും പോവുകയൊക്കെ ചെയ്തു. പോയിട്ട് ഒത്തിരി പേര് വിളിച്ചിരുന്നതിനെ ഒരു നല്ല അനുഭവമായിരുന്നു. അത് നിങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളും അത് മിസ് ചെയ്തേനെ എന്നൊക്കെ ധാരാളം പേര് പറഞ്ഞിരുന്നു. അത്രയേ ഉള്ളൂ കാര്യം. അല്ലാണ്ട് അവിടുത്തെ ജലത്തിലൊന്നും ഒരു മാലിന്യവുമില്ല. പിന്നെ ഈ ഗംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ കുംഭമേള നടന്ന പ്രയാഗ്രാജ്
അവിടുത്തെ ഒരു പ്രത്യേകത ഗംഗയും യമുനയും വന്നു ചേരുന്നുണ്ട് അവിടെ. ഈ യമുനാ നദി വളരെ മോശമാണ്, അവിടെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ആ ഡൽഹി ഭാഗത്തൊക്കെ ഒഴുകി വരുന്നിടത്തൊക്കെ നമ്മൾ കുറച്ച് ശരിയാക്കാനുണ്ട്, നമ്മളതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഗംഗാനദി അങ്ങനെയല്ല. ഗംഗാനദി ഹരിദ്വാറിൽ നിന്നൊക്കെ വരുമ്പം തന്നെ അങ്ങ് ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്ഥാനത്തും പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് ഹരിദ്വാർ ഋഷികേശ് വരെ വളരെ നല്ല രീതിയിൽ ഒഴുകി വരുന്ന ഒരു നദിയാണ്. അതിനുശേഷം ഒഴുകി ഈ പ്രയാഗ്രാജ്, അലഹബാദ് ആ ഭാഗത്തൊക്കെ വരുന്നു. അല്ലെങ്കിൽ പിന്നീട് കൊൽക്കത്ത ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണത്. അവിടെ വഴിയിലൊക്കെ പല രീതിയിലും പല മാലിന്യങ്ങൾ അവിടെ കലരുന്നുണ്ട്, ഇല്ലാഴുകയില്ല. ഏതാണ്ട് ഹരിദ്വാർ വരെ നല്ല രീതിയിലാണ് ഒഴുകി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടപെടലുകളുമുണ്ട്, കുറച്ച് മാലിന്യങ്ങൾ അതിൽ കലരുന്നുണ്ട്. പക്ഷേ ഗംഗയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അത് സ്വയം ശുദ്ധീകരിക്കുന്ന നദിയാണ്. അതിനങ്ങനെ ഒരു പവറുണ്ട്. കാരണം ഞാനും ഒരുപക്ഷെ നിങ്ങളുമൊക്കെ ഈ വാരണസിയിലും ഈ അലഹബാദിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിലും അവരെല്ലാം കുപ്പിക്കകത്തും വലിയ ജാറിലുമൊക്കെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഈ നമ്മുടെ നദിയിലെ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള വെള്ളം എടുത്തു വെച്ചാലും ഒരു മാസം കഴിയുമ്പോൾ അതെല്ലാം വളിച്ചു പോകും, അഴുക്കായി പോകും. പക്ഷേ ഗംഗാനദി എൻ്റെ ഇല്ലത്ത് ഇപ്പോഴും 15 കൊല്ലം മുമ്പ് കൊണ്ടുവന്ന ഗംഗാജലം ഒരു കുഴപ്പമില്ല, അത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനും ഇപ്പോൾ ഒരു ജാറ് നിറച്ച് കൊണ്ടുവരികയും ചെയ്തു അവിടുന്ന്. വേണമെങ്കിൽ പരിശോധിക്കാം, ഒരു കുഴപ്പവുമില്ല, ഒന്നും വരാനില്ല. അത് സ്വയം അതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ ഈ ആചാര്യന്മാർ ഈ ജലത്തിൽ മുങ്ങിത്തർപ്പിക്കുന്നത്. അത് ചിന്തിച്ചാൽ മതി. അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. പ്രത്യേകിച്ച് ഈ അഘോരികളായിട്ടുള്ളവരും നാഗസന്യാസിമാരും ഒക്കെ അവർ ഹിമാലയത്തിൽ നിന്ന് വരികയാണ് പ്രയാഗ്രാജിലേക്ക്. അവർ ഗംഗ അവിടെ കാണാഞ്ഞിട്ടല്ല, ആ സംഗമസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിനൊരു പവിത്രതയുണ്ട്, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ കുളിച്ചാൽ അവിടെ നിന്നൊന്നും വരികയില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ വെള്ളം വാരി ഞാൻ വീഡിയോയ്ക്കകത്ത് 3 തവണ കുടിക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ, ഞാൻ വയറ് നിറച്ച് കുടിച്ചതാണ്. അവിടെ നിന്നൊന്നും വരാനില്ല. ഇതൊക്കെ വെറും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണകൾ പരത്താനും ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനുമുള്ള ചില നടപടികൾ മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഈ ആടി നിൽക്കുന്ന മനസ്സുള്ളവരുണ്ട്. അവരെയും നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം വിശ്വാസിക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവനവിടെ ഇറങ്ങും, അവനൊന്നും വരാനില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ഹിമാലയത്തിലൊക്കെ ഈ ഐസ്, നമുക്ക് ധാരാളം ഡ്രസ്സുകളുണ്ടെങ്കിൽ പോലും നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ സന്യാസിമാർ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവിടെ നിന്നിട്ട്, അവർ തുണി പോലുമില്ല, അവിടെ നിന്ന് കുളിക്കുന്നു. ഈ വെള്ളം കിട്ടാൻ പാടാണ്, ഐസ് വെട്ടി മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം കോരി അവർ കുളിക്കുന്നു, അവരുടെ തർപ്പണം ചെയ്യുന്നു. അതവരുടെ വിശ്വാസമാണ്, അവർക്കൊന്നും വരത്തില്ല. കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും ആളുകൾ അവിടെ ചെല്ലുന്നതും ഈ സ്നാനം ചെയ്യുന്നതും ഇതിലെല്ലാം പങ്കെടുക്കുന്നതും. ഇങ്ങനെയുള്ള മേളകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്സവങ്ങളുമാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തകർത്താൽ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ചില പ്രവൃത്തികളാണ് ഈ ചെയ്യുന്നവരെല്ലാം. ഇതെല്ലാം ഈ ടെസ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മളെ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് വീഡിയോ ഒക്കെ പറയുന്നവരും ഇവരുടെ ഒന്നും ഉദ്ദേശം നല്ലതല്ല. ഇത് നശിക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് ഇതിനെ നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സമീപനമാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം പല വഴികളിൽ കൂടിയും മാലിന്യം